അമ്മായി ബോഡി കൊണ്ടുവന്നായിരുന്നേ. എപ്പോഴാ വരുന്നത്? ഇല്ല, ഞാനവിടെ വരില്ല. അതെന്താ? അവ എന്നെ വിളിച്ചോ ചടങ്ങിന്? ആര്? ശശാങ്കൻ. ശശാങ്കേട്ടനല്ലേ മരിച്ചു പോയത്? എടാ, മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് അവൻ ഓർത്തത് എന്നെ വിളിച്ച് പറയാം. വെറുതെ അല്ല അവന്റെ പെണ്ണുമ്പിളെ അവനെ ഇട്ടിട്ട് പോയത്. ഇത്തിരി മര്യാദ കാണിക്കണം. ഞാൻ ഈ ഫോണും കൊടുക്കട്ടോ പുള്ളിയുടെ കയ്യില്? വേണ്ട വേണ്ട, എനിക്ക് അവന്റെ സൗണ്ട് കേൾക്കണ്ട. അവന്റെ അടുത്ത് പറഞ്ഞേക്കണം ഇനി ഞാനും അവനുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. കേട്ടേ? ഓ, അത് ഞാൻ ഈ മരിച്ച ആളോട് ഞാൻ പറയണം. പറയാം. ശരി അമ്മായി. ശരി. കോണകല്യാണത്തിന്റെ ഒന്ന് തന്നെ. അയ്യോ, ദേ വരുന്നു ചോപ്പിച്ചോണ്ട്. അയ്യോ, കാണല്ലേ. എന്താടാ നിന്റെ മോന്ത കളഞ്ഞു പോയാ? അച്ചായൻ വെറും കൈയോടെയാണോ വന്നേ? പിന്നെ അവന്റെ ബർത്ത്ഡേ ഇല്ലേ ഞാൻ ക്രീം കേക്ക് പോയിട്ട് വരാൻ. മരിപ്പൂടായി പോയില്ലേ, ഞാൻ ചിരിച്ചു വന്നേനെ. നീ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവന് കാശ് കടം കൊടുത്തോണ്ടിരുന്നത്. 10,000-2,500 കേസല്ലേ ഉള്ളൂ. ഞാൻ പോകുന്നതിന് മുമ്പ് ഒപ്പിച്ചു തരാം. അത് നീ ആയിട്ട് വന്നപ്പോ പിന്നെ പല തവണയായിട്ട് അവൻ എന്റെ 3 ലക്ഷം രൂപയാണ് വാങ്ങിച്ചോണ്ട് പോയിട്ടുള്ളത്. മൂഞ്ചി 3 ലക്ഷം രൂപ? 2 വള്ളി നിക്കർ മാത്രമുള്ള അങ്ങേർക്ക് നിങ്ങൾ എന്ത് പ്രൂഫിന്റെ ഇടത്തിൽ 3 ലക്ഷം രൂപ കൊടുത്ത്? അതെനിക്ക് അറിഞ്ഞൂടാ. ശശാങ്ക ഇന്ന് എനിക്ക് 3 ലക്ഷം രൂപ തരണം. അതെ, ഞാൻ അങ്ങേരെ അംഗനവാടി കുറുക്ക് കൊടുത്ത് ഉറക്കാൻ കിടത്തേക്കുമല്ല, മരിച്ചു കിടക്കുകയാണ്. ആ, അവന്റെ 2 കൂട്ടുകാരുണ്ടല്ലോ, അവന്മാരും സാക്ഷി. ഞാൻ അവന്മാരെ ഇന്ന് വാങ്ങിച്ചോളാം. പിന്നെ ടാറ്റയും ബിർളയിലെ എങ്ങനെ കൂട്ടുകാരി ചെല്ലി.